PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 ആദ്യത്തെ 2 ഘട്ട പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഘട്ടങ്ങളിലോട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും നോക്കിയിരിക്കേണ്ട കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ഒരുപോലെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള 10 ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും ഈ ടോപ്പിക്സ് നോക്കിയിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ചെയ്യുന്നത്. 10 കോമൺ ടോപ്പിക്സ് 2 ഘട്ടങ്ങളിലും ആവർത്തിച്ച് ചോദ്യം വന്നത്. അപ്പോൾ നമ്മുടെ LGSന്റെ 2ാം ഘട്ട പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ കമൻസ് കണ്ടു. നമ്മുടെ എക്സാം PSC എഴുതുന്നത് തന്നെ നിർത്താൻ പോവാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലൂടെ എന്നും സ്ഥിരമായിട്ട് ക്ലാസ് കണ്ട് പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് നല്ല കമൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്തതുകൊണ്ട് മാത്രം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ള രീതിക്ക്. അപ്പോൾ എനിക്കും അതാണ് പറയാനുള്ളത്. കൃത്യമായിട്ട് നമ്മൾ റാങ്ക് ഫയലൊക്കെ എടുത്തു വെച്ച് A to Z കാണാതെ അങ്ങനെ പഠിച്ചു പോകുന്നവർക്കായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവുക. നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കഴിഞ്ഞ ഘട്ടങ്ങളിലുള്ള റിലേറ്റഡ് ഫാക്ട്സ് ആണെങ്കിലും അതല്ലാതെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, അതുപോലെ തന്നെ കൂടുതൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു വന്ന ഒരാൾക്ക് നല്ല രീതിയിൽ തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ അടുത്ത ഘട്ടങ്ങളിലേക്കും നിങ്ങളെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ക്ലാസ്സുകൾ മാക്സിമം തരാം. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നല്ല റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ഒരുപോലെ ചോദ്യം വന്നിട്ടുള്ളത് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ്, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യമായിട്ട് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ടോപ്പിക്, അതിൽ ആദ്യ ഘട്ടത്തിൽ 2 ചോദ്യങ്ങളാണ് വന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് ഓപ്ഷൻ A ആണ്. ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്നുള്ളതാണ് ശരിയല്ലാത്തത്. അതായിരുന്നു ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഇതും ആദ്യഘട്ടത്തിൽ ചോദിച്ചതാണ്. ഉത്തരം ഓപ്ഷൻ C ആണ്. 1ഉം 3ഉം ആയിരുന്നു ഉത്തരം. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 എന്നുള്ളതും ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ് എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ആദ്യഘട്ടത്തിൽ ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും, അത് നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ 2 ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നു, പിന്നെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് നമ്മൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ചെയ്തു. അപ്പോൾ ആ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം ഈ 2ാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ളത് കൃത്യമായി നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ്. താഴെ പറയുന്നവയിൽ, ഇതാണ് 2ാം ഘട്ടം ചോദിച്ചത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ D ആണ്. എല്ലാം ശരിയാണ്. നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ, ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോൾ, ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ് കണ്ടവർക്ക് സുഖമായിട്ട് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇനി അടുത്ത 2ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. ഇതും നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് 1ാം ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആദ്യഘട്ടത്തിൽ ചോദിച്ച ചോദ്യം ഇതാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തരം ഓപ്ഷൻ A ആയിരുന്നു. 2ഉം 3ഉം, പാമ്പാടും ചോല ഇടുക്കി എന്നുള്ളതും ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ എന്നുള്ളതുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടായിരുന്നത്. ഇനി 2ാം ഘട്ടത്തിൽ നമ്മൾ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. 2ാം ഘട്ടത്തിൽ ഇപ്പോൾ ചോദിച്ചത് എന്താണ് നോക്കിക്കേ.
താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. അപ്പം നമ്മൾ റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ എന്നുള്ളത്, സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി എന്നുള്ളത്, അല്ലെ, വരയാട്, ഇരവികുളം, റീഡ് തവളകൾ, കക്കയം എന്നുള്ളതൊക്കെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയത്താണ്, കക്കയമാണ്. ദെൻ വരയാട് വരുന്നത് ഇരവികുളം. ഓക്കെ, ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ, സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി. അപ്പോൾ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ടോപ്പിക്ക്. ഇനി മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ കായലുകളെ കുറിച്ചാണ്. കായലുകൾ, ഇതും നമ്മൾ ഒന്നാം ഘട്ടത്തിൽ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്തു. അവിടെ തന്നെ നമ്മൾ പറഞ്ഞ ചോദ്യമാണ് രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത്. അപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? ആദ്യ ഘട്ടത്തിൽ ചോദിച്ചത് കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു. എല്ലാം ശരിയാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ പോയിന്റും ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ശാസ്താംകോട്ടയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു ശാസ്താംകോട്ടയുടെ ആകൃതി എഫ് ആകൃതിയാണെന്നൊക്കെ. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നമ്മളോട് ചോദിച്ചത് എന്താ? എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തരം എന്താണ്? ശാസ്താംകോട്ട കായലാണ്. ഓക്കെ, ഇതാണ് രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത്. അപ്പോൾ കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ കോമൺ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ടോപ്പിക്കാണ് വിറ്റമിൻസ്. ഓക്കെ, ബയോളജിയിൽ വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പം താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ രോഗത്തിന് ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റമിൻ ഏത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ചോദിച്ച ആദ്യ ചോദ്യം. 2 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വിറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ആദ്യഘട്ടത്തിൽ തന്നെ വീണ്ടും ചോദിച്ചു. അടുത്തൊരു ചോദ്യം, ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേതെന്ന് ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ സി ആണ്, പെർനീഷ്യസ് അനീമിയ എന്നുള്ളത്. അത് ആദ്യഘട്ടത്തിൽ ചോദിച്ച 2 ചോദ്യം. ഇനി രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത് എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിറ്റമിൻ എ ആണ്. അപ്പോൾ വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും കൂടെ ചോദിച്ച നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അഞ്ചാമത്തെ ടോപ്പിക്ക് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നോക്കുക, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ചോദിച്ചത് ഇതാണ്: ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്ന് ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രമാണ് ശരി എന്നുള്ളതാണ്. ഓക്കെ, ഉത്തരം തന്നിരിക്കുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുന്നത് എന്നുള്ളത്. പിന്നെ വരുന്നത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഇവിടെ നമ്മൾ തിരുത്തി പറഞ്ഞു, മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെഡ്സ് മുതൽ 2000 ഹെഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 0 കൂടെ വേണം അല്ലെ, 20,000 ഹെഡ്സ് വരെയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം അത് തന്നെയാണ് തിരുത്തി പറഞ്ഞ കാര്യമാണ് അടുത്ത ഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത് നോക്കിക്കേ, മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധിയാണ് ഇവിടെ ചോദിച്ചത്. ഉത്തരം എന്താ? ഓപ്ഷൻ സി, 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ് എന്നുള്ളത്. അപ്പം ശബ്ദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അടുത്ത ടോപ്പിക്, അഞ്ചാമത്തെ ടോപ്പിക്ക്. ഇനി അടുത്തത് ആറാമത്തെ ടോപ്പിക്ക്, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ചോദിച്ചിട്ടുള്ള ആറാമത്തെ ടോപ്പിക്ക്, ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്തെന്നാണ് ആദ്യഘട്ടത്തിൽ ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, അനാരോഗ്യകരമായ ഭക്ഷണശീലം. ഇനി രണ്ടാം ഘട്ടത്തിൽ നമ്മളോട് ചോദിച്ചത് ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി, അമൃതമാണ്. അപ്പം ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 2 ഘട്ടത്തിലും ഒരുപോലെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അടുത്ത നമ്മുടെ ടോപ്പിക്ക്, ഏഴാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ധാതുക്കളും അയിരുകളും എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പം അതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ചോദിച്ചത്
ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു. 2ഉം 3ഉം ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും അതുപോലെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാനാവുന്നതാകണം എന്നുള്ളതും. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് നമ്മൾ പറഞ്ഞത്, അതായത് എല്ലാ ധാതുക്കളും അയിരുകളാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിൽ നമ്മളോട് ചോദിച്ചത് ഇതാണ്, നോക്കുക, അതേ സ്റ്റേറ്റ്മെന്റ് തന്നു, എല്ലാ ധാതുക്കളും അയിരുകളാണ്. അപ്പൊ തന്നെ മനസ്സിലായി എന്താണ്, അത് തെറ്റാണ് അല്ലെ. പിന്നെ എല്ലാ അയിരും ധാതുക്കളാണ് എന്നുള്ളത് എന്താ, കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 2 മാത്രം ശരി. അപ്പൊ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു SCERTയുടെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അത് കണ്ടവർക്ക് കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ധാതുക്കളും അയിരുകളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് 7ാമത്തെ നമ്മുടെ കോമൺ ടോപ്പിക് കേട്ടോ. ഇനി 8ാമത്തെ നമ്മുടെ കോമൺ ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ആറ്റം. അപ്പോൾ ഇതിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പഠിച്ചതാ. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? നമ്മൾ കണക്ഷനൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം എന്താ, ഓപ്ഷൻ ബി ആണ്, ഇലക്ട്രോൺ ആണ് ജെ തോംസൺ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ 2ാം ഘട്ടത്തിൽ ചോദിച്ചു നോക്കിയ ആറ്റത്തെക്കുറിച്ച്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുന്നവയുമായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. സോ ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 2 ഘട്ടത്തിലും ഒരുപോലെ ചോദിച്ച 8ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ആറ്റം നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് 9ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലോക്സഭ രാജ്യസഭ. നമ്മൾ പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ലോക്സഭ രാജ്യസഭ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ 9ാമത്തെ ടോപ്പിക്കായിട്ട് ആദ്യഘട്ടത്തിൽ ചോദിച്ചത് രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഓപ്ഷൻ സി ആണ് 30. അപ്പോൾ രാജ്യസഭയെ കുറിച്ച് ചോദിച്ചു. ഇനി അടുത്ത ഘട്ടത്തിൽ 2ാം ഘട്ടത്തിൽ എന്താ ചോദിച്ചത്, ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. അവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ് അല്ലാത്തത്. കാരണം അത് രാജ്യസഭയെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു എന്ന് പറയുന്നത് രാജ്യസഭയെ കുറിച്ചാണ്. ലോക്സഭയുമായി ബന്ധപ്പെട്ടത് എന്താണ്, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അപ്പോൾ 2ഉം 4ഉം ആണ് ബന്ധമുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. അപ്പോൾ ഇവിടെ ലോക്സഭയും രാജ്യസഭയുമായി ബന്ധപ്പെട്ട കാര്യമാണ് 2 ഘട്ടത്തിലും ഒരുപോലെ ചോദിച്ച 9ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 10ാമത്തെ ടോപ്പിക് കേരളത്തിലെ വൈദ്യുത പദ്ധതികളെ കുറിച്ചാണ്. അത് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാ. അപ്പോൾ കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 3 ആണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതി നീണ്ടകര എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളത് പഠിപ്പിച്ചു, വിഴിഞ്ഞമാണ് എന്നുള്ളത് അല്ലേ. ദെൻ അത് ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ. പിന്നെ കേരളത്തിലെ വിവിധ വൈദ്യുതി സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണെന്നും അതിൻ്റെ സ്ഥാപിത ശേഷിയും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത് 2ാം ഘട്ടത്തിൽ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം എന്താ, ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി. ഓക്കെ, അപ്പോൾ ഇതാണ് 10ാമത്തെ നമ്മുടെ ടോപ്പിക്ക്, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ. അപ്പോൾ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ഒരുപോലെ ചോദ്യം വന്നിട്ടുള്ള 10 ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ? ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലെ കായലുകൾ, വൈറ്റമിൻസ്, ശബ്ദം, ജീവിതശൈലി രോഗങ്ങൾ, ധാതുക്കളും അയിരുകളും, ആറ്റം, അതുപോലെ ലോക്സഭ രാജ്യസഭ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ. ഇതാണ് ആ 10 ടോപ്പിക്സ്. അപ്പോൾ അടുത്ത ഘട്ടങ്ങളിലോട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും ഈ ടോപ്പിക്സ് കൂടെ പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി 2ാം ഘട്ട പരീക്ഷയുടെ അനുബന്ധ വിവരങ്ങൾ ചോദിച്ച് ഒരുപാട് പേര് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, പഠിക്കുക. അടുത്ത ഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്